കോൺഗ്രസ് സ്ഥാനാർത്ഥി പട്ടികയിലെ മാറ്റങ്ങളിൽ അമ്പരന്ന് നിൽക്കുകയാണ് പ്രവർത്തകർ. വടകരയിലും തൃശൂരും ചുവരെഴുത്തും പോസ്റ്ററും നീക്കാൻ പ്രവർത്തകരുടെ നെട്ടോട്ടമാണ്. കെ മുരളീധരൻ നാളെ തൃശൂരിലെത്തും. വിപുലമായ സ്വീകരണം ഒരുക്കാനാണ് DCCയുടെ തീരുമാനം. വടകരയിലെ സ്ഥാനാർത്ഥിത്വത്തിൽ ഷാഫി പറമ്പിൽ അതൃപ്തിയുണ്ടെങ്കിലും പരസ്യ പ്രതികരണത്തിന് തയ്യാറല്ല. പാർട്ടി തീരുമാനം എന്തായാലും അനുസരിക്കുമെന്ന് TN പ്രതാപൻ പ്രതികരിച്ചു. തൃശൂരിൽ എതിർ സ്ഥാനാർത്ഥി ആരായാലും പ്രശ്നമില്ലെന്നായിരുന്നു സുരേഷ് ഗോപിയുടെ മറുപടി. അല്ല, അന്തിമ തീരുമാനമായിട്ടില്ലല്ലോ. പാർട്ടി എടുക്കുന്ന എന്ത് തീരുമാനവും അത് അംഗീകരിക്കുക മാത്രമല്ല, അത് നടപ്പിലാക്കുന്നതിൽ ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്ന ആളാണ് ഞാൻ. എൻ്റെ പാർട്ടി സന്ദർഭത്തിനനുസരിച്ച് തീരുമാനമെടുക്കും. അത് എൻ്റെ കൂടി ആശയത്തിൻ്റെ അടിസ്ഥാനത്തിൽ, അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനമാണ്. ആ തീരുമാനം തീർച്ചയായിട്ടും വളരെ ബുദ്ധിപരവും പ്രായോഗികവും സന്ദർഭോചിതവുമായ തീരുമാനമായിരിക്കും. TN പ്രതാപനോടല്ല പത്മജ ചതി ചെയ്തത്, ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടാണ്. അതിനേക്കാൾ ചതി ചെയ്തത് സ്വന്തം പിതാവിനോടാണ്. എന്നേക്കാൾ മികച്ച ജയം കെ മുരളീധരൻ ജയിക്കും തൃശ്ശൂരിൽ, ഒരു സംശയം വേണ്ട. അവരുടെ സംഘടനയുടെ കാര്യമാണ്, അവർ തീരുമാനിക്കട്ടെ. എനിക്ക് വോട്ടേഴ്സ് മാത്രമാണ് പ്രസക്തമായ ഘടകം ഇതിനകത്ത്. ഞാൻ വോട്ടേഴ്സിനെ മാത്രമേ എൻ്റെ മുന്നിൽ കാണുന്നുള്ളൂ. എൻ്റെ പേരെഴുതി ഞാൻ വന്നില്ലേ, ഞാൻ വോട്ട് ചോദിക്കുന്നില്ലേ, എൻ്റെ വോട്ടേഴ്സ് ഇല്ലേ. മൂന്നാം സ്ഥാനത്തോ 10ാം സ്ഥാനത്തോ പോട്ടെ, അതിനെന്താ? അതിനെന്താ, ആയിക്കോട്ടെ, ജനമല്ലേ തീരുമാനിക്കുന്നത്. ഇത് ഗംഭീരമായി, ഒന്നുകൂടെ ഗംഭീരമായി, അത്രയേ ഉള്ളൂ. സൂരജ് സജിയും സലീം അലിക്കും വിവരങ്ങൾ നൽകും. സൂരജ്, തൃശ്ശൂരിലാണല്ലോ ഏറ്റവും നാടകീയമായ മാറ്റങ്ങൾ ഉണ്ടായത്. അപ്പോൾ TN പ്രതാപൻ തന്നെ മുരളീധരന് വേണ്ടി ചുവരെഴുതുന്ന ദൃശ്യങ്ങൾ വന്നിട്ടുണ്ട്. നാളെ അദ്ദേഹം അവിടേക്ക് എത്തും. കെ മുരളീധരൻ നാളെ എത്തുമെന്ന് ഇപ്പോൾ അറിയുന്നു. എന്തൊക്കെയാണ് തൃശ്ശൂരിലെ കോൺഗ്രസ് പ്രവർത്തകരുടെ നീക്കങ്ങൾ? ഈ പോസ്റ്ററുകൾ മാറ്റണം, ചുവരെഴുത്ത് മായ്ച്ച് പുതിയ ആളുടെ പേരെഴുതണം, അങ്ങനെ തകൃതിയായ ജോലി നടക്കുകയായിരിക്കും അല്ലേ? തീർച്ചയായും വിജയകുമാർ, എന്തായാലും TN പ്രതാപൻ തന്നെ തന്റെ പേരിലുള്ള ചുവരുകളെല്ലാം തന്നെ മായ്ച്ച് പുതിയ സ്ഥാനാർത്ഥി, അതായത് കെ മുരളീധരന് വേണ്ടിയുള്ള ചുവരെഴുതുന്ന കൗതുക കാഴ്ച ഇന്ന് നമ്മൾ തൃശ്ശൂരിൽ കണ്ടു. നേരത്തെയും ഇതുപോലെ പല ചുവരുകളും തൃശ്ശൂരിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ മായ്ച്ചിട്ടുണ്ട്. ഇതിപ്പോൾ TN പ്രതാപൻ തന്നെ കെ മുരളീധരന് വേണ്ടി ചുവരുകൾ മായ്ച്ച് ചുവരെഴുതുന്ന കാഴ്ചയാണ് കണ്ടത്. എന്തായാലും നാളെ 11 മണിയോട് കൂടിയായിരിക്കും കെ മുരളീധരൻ തൃശ്ശൂരിലേക്ക് എത്തുക. ട്രെയിൻ മാർഗം ഇവിടെ എത്തുന്ന മുരളീധരന് റെയിൽവേ സ്റ്റേഷനിൽ വലിയ രീതിയിലുള്ള സ്വീകരണം നൽകാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് പ്രവർത്തകർ. പിന്നീട് റോഡ് ഷോയായി തൃശ്ശൂർ നഗരത്തിലെത്തുക. റൗണ്ടിന് ചുറ്റും റോഡ് ഷോ എന്നുള്ളതാണ് നിലവിൽ നിശ്ചയിച്ചിട്ടുള്ളത്. അങ്ങനെ സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തോടു കൂടി വലിയ രീതിയിലുള്ള പ്രചരണത്തിലേക്ക്, അതായത് സ്ഥാനാർത്ഥി മാത്രമേ മാറുന്നുള്ളൂ, മറ്റ് പദ്ധതികൾ, അതായത് 10ാം തീയതി UDFന്റെ കൺവെൻഷൻ ഉൾപ്പെടെ വിളിച്ചു ചേർത്തിട്ടുണ്ട്. ആ പരിപാടികളെല്ലാം തന്നെ, നേരത്തെ നിശ്ചയിച്ച പരിപാടികളെല്ലാം തന്നെ അതേ നിലയിൽ പോകട്ടെ. അതിനപ്പുറത്തേക്ക് സ്ഥാനാർത്ഥിയെ മാത്രം മാറ്റി നിശ്ചയിച്ചുകൊണ്ടുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിലേക്ക് കടക്കുക എന്നുള്ളതാണ്. അതും ദ്രുതഗതിയിലുള്ള പ്രവർത്തനങ്ങൾക്ക് UDF ക്യാമ്പ് ലക്ഷ്യമിടുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടാണ് ഇന്ന് ജില്ലാധ്യക്ഷന്റെയും TN പ്രതാപന്റെയും എല്ലാം നേതൃത്വത്തിൽ തന്നെ ഈ പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ കെ മുരളീധരന് വേണ്ടിയുള്ള ചുവരെഴുത്തുകളെല്ലാം എഴുതുന്നത് കണ്ടത്. എന്തായാലും 1500-ലധികം ഇടങ്ങളിലാണ് ഈ TN പ്രതാപന് വേണ്ടി ചുവരെഴുതിയത്. അതെല്ലാം തന്നെ അടിയന്തരമായി മാറ്റാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതോടൊപ്പം തന്നെ 3.5 ലക്ഷത്തിലധികം പോസ്റ്ററുകൾ അച്ചടിച്ച ചുവരുകളിൽ പതിപ്പിക്കുകയും ചെയ്തു. ഇതെല്ലാം മാറ്റിക്കൊണ്ട് അടിയന്തരമായി തന്നെ കെ മുരളീധരൻ ഇന്നലെ TN പ്രതാപൻ കരുണാകരൻ സ്മൃതി മന്ദിരത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് അദ്ദേഹത്തിന്റെ പ്രചാരണം തുടങ്ങുകയും ചെയ്തു. ഈ അന്തിമ ലിസ്റ്റ് വരാൻ കാത്തിരിക്കേണ്ടതില്ല എന്ന് രാമനിലയത്തിൽ യോഗം ചേർന്ന് കോൺഗ്രസ് നേതാക്കൾ തീരുമാനിച്ചു. ആ ഘട്ടത്തിലൊന്നും ഇത്തരമൊരു മാറ്റത്തെപ്പറ്റി ഒരു സൂചനയും TN പ്രതാപന് കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ കൊടുത്തിട്ടേ ഇല്ല എന്ന് വേണം കരുതാൻ അല്ലേ? വിജയകുമാർ, തീർച്ചയായും അങ്ങനെ തന്നെയാണ്. ഇന്നലെ രാത്രി 2 മണിക്ക് AICC അംഗം അനിലക്കരയുടെ നേതൃത്വത്തിൽ TN പ്രതാപന് വേണ്ടി തൃശ്ശൂർ റൗണ്ടിലാകെ ഫ്ലെക്സ് ബോർഡുകൾ വച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ കൗതുകം. രാത്രി 12:30 കൂടിയെല്ലാം ഈ വാർത്തകൾ നമ്മൾ ഉൾപ്പെടെ സ്ഥിരീകരിച്ചു പുറത്തുവിടുകയും ചെയ്തു. പക്ഷേ ആ സമയത്ത് പോലും ഈ മാധ്യമ വാർത്തകൾ പോലും ഈ പ്രാദേശിക നേതാക്കൾ ആരും വിശ്വാസത്തിലെടുത്തില്ല എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. അതിന്റെ തെളിവായിരുന്നു രാത്രി 2 മണിക്ക് പോലും TN പ്രതാപന് വേണ്ടി ഫ്ലെക്സ് ബോർഡുകൾ വച്ചത്. ഇന്നലെ ഈ പത്മജ വേണുഗോപാൽ BJPയിലേക്ക് എത്തി എന്ന് അറിഞ്ഞപ്പോൾ തന്നെ അത് ജില്ലാ നേതൃത്വത്തിനിടയിൽ വലിയ അങ്കലാപ്പുണ്ടാക്കി. അത് ഏത് തരത്തിലാണ് പ്രതികരിക്കേണ്ടത് അല്ലെങ്കിൽ പ്രതിരോധിക്കേണ്ടത് എന്നത് സംബന്ധിച്ച് ഒരു ആശയക്കുഴപ്പം രൂപപ്പെട്ടിരുന്നു എന്നുള്ളത് തന്നെയാണ് ഈ സംഭവങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് ജില്ലാ നേതാക്കൾ ചേർന്നുകൊണ്ട് ഈ TN പ്രതാപനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചുകൊണ്ട് ഈ കെ കരുണാകരന്റെ സ്മൃതി മണ്ഡപത്തിൽ നിന്ന് പുഷ്പാർച്ചന നടത്തിക്കൊണ്ട് ഔദ്യോഗികമായി തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് വ്യാപകമായ പ്രചരണങ്ങളിലേക്ക് ജില്ലയിൽ ആകെ കോൺഗ്രസ് പ്രവർത്തകർ പോയി. പക്ഷേ രാത്രിയോടുകൂടി സ്ഥിതിഗതികൾ ആകെ മാറി മറിയുന്നു. അർദ്ധരാത്രിയോടുകൂടിയാണ് TN പ്രതാപനുമായി ദേശീയ
നേതാക്കൾ ഇത്തരത്തിലൊരു ചർച്ചയിലേക്ക് കടക്കുന്നു. പുലർച്ചയോടുകൂടി അതിൽ സ്ഥിരീകരണം വരുന്നു. പിന്നീട് കെ മുരളീധരനും ടി എൻ പ്രതാപനും തമ്മിൽ ആശയവിനിമയം നടത്തിയതോടുകൂടിയാണ് ഇതിൽ കൂടുതൽ വ്യക്തത വരുന്നത്. പിന്നീട് രാവിലെയോടുകൂടി തന്നെ ജില്ലാ നേതൃത്വം ഇത് സ്ഥിരീകരിക്കുകയും ഈ ചുവരെഴുത്തുകൾ അടക്കം മാറ്റാൻ നിർദ്ദേശം നൽകുകയും ചെയ്തു. എന്തായാലും ഏറ്റവും ഫുൾ ഫ്ലഡ്ജിൽ ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ പ്രചാരണവുമായി മുന്നോട്ട് പോകാനാണ് നിലവിൽ ഈ കോൺഗ്രസ് നേതൃത്വം തീരുമാനിച്ചത്. എന്തായാലും കോൺഗ്രസ് ക്യാമ്പിന്റെ നീക്കങ്ങൾ വളരെ കൗതുകമുള്ളത് തന്നെയാണ്. അതിന്റെ ഗ്രൗണ്ട് സീറോയിലെ കാഴ്ചകൾ തന്നെയാണ് സൂരജ് പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. ചുവരെഴുത്ത് ടി എൻ പ്രതാപൻ തന്നെ ചുവരെഴുതുന്നു കെ മുരളീധരന് വേണ്ടി. സലീം മാലിക് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സലീം, ഈ അപ്രതീക്ഷിത മാറ്റങ്ങൾക്ക് കാരണമായത് പത്മജ വേണുഗോപാലിന്റെ BJP-യിലേക്കുള്ള യാത്രയാണോ? അങ്ങനെയാണെങ്കിൽ അതിൻ്റെ മറ്റ് സാഹചര്യങ്ങൾ കൂടി കോൺഗ്രസ് നേതാക്കൾ ആലോചിച്ചിട്ടുണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ കണ്ണൂരിൽ കെ സുധാകരൻ മത്സരിക്കാൻ തീരുമാനിച്ച സാഹചര്യത്തിൽ KPCC പ്രസിഡന്റിന്റെ ചുമതല ആർക്കു കൈമാറും? അക്കാര്യത്തിലും തീരുമാനമുണ്ടാകണമല്ലോ. എന്തൊക്കെയാണ് കേരളത്തിലെ നേതാക്കൾക്കിടയിൽ നടക്കുന്ന ചർച്ചകളുടെ വിവരങ്ങൾ? വിജയകുമാർ, സംസ്ഥാനത്തുടനീളം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കുക എന്നുള്ളതാണ് കെ മുരളീധരന്റെ സീറ്റ് മാറ്റത്തിലൂടെ കോൺഗ്രസ് നേതാക്കൾ ലക്ഷ്യമിടുന്നത്. കാരണം കഴിഞ്ഞ തവണ വയനാട് സീറ്റിൽ രാഹുൽ ഗാന്ധി വന്നത് ബാക്കി മുഴുവൻ മണ്ഡലങ്ങളിലും പ്രതിഫലിച്ചിരുന്നു. അതേപോലെ ഒരു പ്രതിഫലനം ഇത്തവണ ഡയറക്റ്റ് BJP-ക്കെതിരായ ഒരു ഫൈറ്റ് കോൺഗ്രസ് നടത്തുന്നു എന്നൊരു പ്രതീതി ജനിപ്പിക്കുക എന്നുള്ളത് കൂടി കൊണ്ടാണ് കെ മുരളീധരനെ തൃശ്ശൂരിൽ മത്സരിപ്പിക്കാൻ ഇറക്കുന്നത് എന്നുള്ളതാണ്. അത് ഏതളവിൽ വിജയിക്കുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയമുണ്ട്. പക്ഷേ പത്മജ വേണുഗോപാൽ BJP-യിലേക്ക് എത്തിയതോടുകൂടി അതിനെ പ്രതിരോധിക്കാൻ വലിയ നിലയിൽ കെ മുരളീധരന്റെ ഈ സ്ഥാനാർത്ഥി മാറ്റം കൊണ്ട് ഉണ്ടാകും എന്നുള്ളൊരു വിലയിരുത്തൽ കോൺഗ്രസ് നേതൃത്വത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. മാത്രമല്ല ആലപ്പുഴയിൽ KC വേണുഗോപാൽ തന്നെ മത്സരിക്കട്ടെ എന്നൊരു തീരുമാനവും അതിന്റെ ഭാഗമാണ്. പ്രധാന നേതാക്കളെല്ലാം കളത്തിലേക്ക് ഇറങ്ങുന്നു. രാഹുൽ ഗാന്ധി വയനാട്ടിൽ, കണ്ണൂരിൽ കെ സുധാകരൻ തന്നെ, ഒപ്പം തന്നെ ആലപ്പുഴയിൽ KC വേണുഗോപാൽ. അങ്ങനെ പ്രധാന നേതാക്കളെല്ലാം കളത്തിലിറങ്ങുകയും ഒപ്പം കെ മുരളീധരൻ BJP-ക്ക് വലിയ വിജയസാധ്യതയുള്ള മണ്ഡലത്തിൽ മത്സരിക്കുകയും ചെയ്യുന്നതോടുകൂടി BJP-യെ നേരിടാൻ കോൺഗ്രസ് തന്നെ എന്നൊരു ആശയം പകരുക എന്നുള്ളതാണ് നേതാക്കൾ ഇപ്പോൾ ലക്ഷ്യമിടുന്നത്. കഴിഞ്ഞ തവണയും കെ മുരളീധരന്റെ സ്ഥാനാർത്ഥിത്വം അപ്രതീക്ഷിതമായിരുന്നു. 2019 വടകരയിലേക്ക് വട്ടിയൂർക്കാവിൽ നിന്ന് കെ മുരളീധരൻ വണ്ടി കയറുമ്പോൾ വലിയ നിലയിലുള്ള ഒരു മാറ്റം ആ മേഖലയിൽ കൊണ്ടുവരാൻ കഴിഞ്ഞിരുന്നു എന്നുള്ളതാണ് നേതാക്കളുടെ വിലയിരുത്തൽ. അതേപോലെ തന്നെ തൃശ്ശൂരിൽ ലീഡറുടെ തട്ടകത്തിൽ കെ മുരളീധരനെ ഉപയോഗിച്ച് ഒരു രാഷ്ട്രീയ മാറ്റം സംസ്ഥാനത്തുടനീളം കൊണ്ടുവരാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുകയും ചെയ്യുന്നുണ്ട്. അപ്പോഴും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ ഏതെങ്കിലും സ്ഥലത്ത് പ്ലേസ് ചെയ്യണമെന്നുള്ളതാണ്. ഒരു വിവരം കൂടി വരുന്നത് മല്ലികാർജുൻ ഖാർഗെയുടെ വീട്ടിൽ കോൺഗ്രസ് നേതാക്കൾ, കേരളത്തിലെ നേതാക്കൾ, KPCC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ള നേതാക്കൾ എത്തിയിട്ടുണ്ട്. മല്ലികാർജുൻ ഖാർഗെയുമായി ചർച്ച നടത്തുകയാണ്. അതിന് പിന്നാലെ ഔദ്യോഗിക പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് ഡൽഹിയിൽ നിന്ന് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്.